സൂംബ ഡാൻസിൽ ആശങ്ക വേണോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ തുടങ്ങട്ടെ. എൻ്റെ കുട്ടി അത്തരത്തിലുള്ള ഒരു വ്യായാമ മുറ പരിശീലിക്കേണ്ട എന്ന് ഒരു രക്ഷിതാവ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ അവർ ഈ പറയുന്ന രൂപത്തിൽ ഇടകലരിൽ വിഷയം ഉണ്ടാകാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വസ്ത്രധാരണത്തിൻ്റെ വിഷയമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. യൂണിഫോം ആണല്ലോ സ്കൂളുകളിലൊക്കെ, അപ്പം അത്തരത്തിലുള്ള വിഷയം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ എന്താണെങ്കിലും അങ്ങനെ ഒരു പാരൻസ് കൺസേൺ അറിയിക്കുന്നുണ്ട് എങ്കിൽ അതിനെ പരിശോധിക്കാൻ, അവരെ കൂടി ചേർത്ത് പിടിക്കാനുള്ള ഒരു രീതി സർക്കാർ ചെയ്യേണ്ടതിരുന്നു. എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തിൽ. പിന്നെ സൂംബ ഡാൻസ് അല്ലാതെ ഇനിയും വ്യായാമ മുറകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അതൊക്കെ പരിശീലിക്കാമല്ലോ. നീയാണല്ലോ കോടതി. ഇതിന് ശാസ്ത്രീയതയുണ്ട്, ഇതിൽ കലയുണ്ട്, ഇതിൽ വ്യായാമ മുറയുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? ഗുഡ് ക്വസ്റ്റ്യൻ. യു ആർ എ ഗുഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്. നല്ലൊരു ചോദ്യമാണ്. ഞാൻ തിരിച്ചതേപോലെ വേറൊരു ചോദ്യം, എന്തുകൊണ്ട് ഈ ഒരു വിഷയം ഇപ്പോൾ ചർച്ചയാവുന്നു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഗോപികൃഷ്ണൻ, ബഹുമാന്യനായ ഗോപികൃഷ്ണനോട്, താങ്കളുടെ ചാനലിലെ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ ഓഫീസിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങളൊരു കഥകളി കളിച്ച് ഓഫീസിലേക്ക് കയറിയാൽ മതി എന്ന് ഒരു നിർദ്ദേശം അധികാരികളുടെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ഗോപികൃഷ്ണൻ എന്തായിരിക്കും ചെയ്യുക? ആദ്യമായി അല്ല, മാടമ്പിള്ളിയിലെ താക്കോലെടുത്ത നീ എന്തിനാ ദാസപ്പാ കിണറ്റിലിറങ്ങണേ? നേരെ അത് കേട്ട് അതുപോലെ തന്നെ ശരി കഥകളി കളിച്ച് കളയാം എന്ന് വിചാരിക്കുകയാണോ ചെയ്യുക? അതല്ല, അത് എന്തിനാണ് എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നിന്ന് മറുപടി പറയാണ്, ഇപ്പോൾ സാലറിയുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് പരിഹരിക്കാൻ വേണ്ടിയാണെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാന്യനായ ഗോപികൃഷ്ണൻ തിരിച്ചു ചോദിക്കുക, അതെങ്ങനെയാണ് സാലറി പ്രശ്നം എങ്ങനെയാണ് കഥകളി കളിച്ചാൽ മാറുക എന്നൊരു ചോദ്യം ചോദിക്കൂലേ? പെരുമാറ്റത്തിൽ ഇത്തിരി പ്രശ്നമുണ്ടല്ലോ, അപ്പൊ എളുപ്പം ചികിത്സിക്കണല്ലോ. ചികിത്സിക്കാം ഇത്തിരി കഴിഞ്ഞോട്ടെ. സൂംബ കൊണ്ടുവരുമ്പോൾ അതെങ്ങനെയാണ് പരിഹാരമാവുക? ശരി, ഡോക്ടർ അബ്ദുള്ള അബ്ബാസ്, ഞാൻ ഇടയ്ക്കൊന്ന് പറയട്ടെ. താങ്കൾ ഒരു ഏറെക്കുറെ അസംബന്ധ സ്വഭാവത്തിലുള്ള ഒരു താരതമ്യവുമായിട്ടാണ് ഈ വിഷയത്തെ സമീപിച്ചത്. അല്ല, ഒരു സെക്കൻഡ്. താങ്കൾ 24ലേക്ക് വരുമ്പോൾ കഥകളി കളിച്ച് വരുന്നതും ഈ സൂംബ നൃത്തവുമായി താങ്കൾ താരതമ്യം ചെയ്ത ഭാഗത്ത് തന്നെ എനിക്ക് വിയോജിപ്പുണ്ട്. അതൊന്ന് ഞാൻ പറഞ്ഞോട്ടെ. അല്ല, എന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാ ഞാനൊരു മറുപടി പറയട്ടെ. അല്ല, അത് വിശദീകരിച്ചോളൂ. ഒരു മിനിറ്റ്. ലോകത്തെ എല്ലായിടത്തും ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിനും തൊഴിലിലെ പുതിയ ശൈലികൾ വന്നതിൻ്റെ ഭാഗമായിട്ടും മനുഷ്യനുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ ജിമ്മുകളുണ്ട്, യോഗാ മുറകളുണ്ട്, വ്യായാമ മുറകളുണ്ട്, പാട്ട് കേട്ടുകൊണ്ട് ജോലി ചെയ്യാനുള്ള സംവിധാനമുണ്ട്. വിഡ്ഢിത്തം. എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം. ലോകത്ത് പലതരത്തിലുള്ള ജോലികൾക്ക് പല സ്വഭാവത്തിലേക്ക് നമ്മുടെ ജീവിതശൈലികൾ മാറുമ്പോൾ അതിനെ മറികടക്കാൻ ശാസ്ത്രീയമായതും സ്വീകരിക്കപ്പെട്ടതും പിന്തുടരുന്നതുമായ മാർഗങ്ങളുണ്ട്. താങ്കൾ ഈ പറഞ്ഞതൊന്നുമല്ലല്ലോ കാരണമായി പറഞ്ഞത്. അല്പവസ്ത്രം ധരിച്ച ആണും പെണ്ണും ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന സംസ്കാരത്തിനൊപ്പം ഉണ്ടാകില്ല എന്നാണല്ലോ കാരണം പറഞ്ഞത്. അല്ലാതെ കഥകളി കളിച്ചിട്ട് കയറുന്നതിൻ്റെ പിന്നെ സാലറിയുമായി ബന്ധപ്പെട്ട യുക്തി അല്ലല്ലോ നിങ്ങൾ ഇതിനെ എതിർക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കാര്യം താങ്കളോട് പറയട്ടെ. സൂംബ കളിച്ചത് കൊണ്ട് എന്താണ് കുഴപ്പമുണ്ടാകാൻ പോകുന്നത്? സൂംബ കളി തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്. എന്താണ് സൂംബ കളിച്ചാലുള്ള കുഴപ്പം? എന്തുകൊണ്ട് സൂംബ മാത്രം? അത് താങ്കൾ പറയും. ഒരുപാട് അത് സർക്കാരിന്റെ തീരുമാനമാണ്. സൂംബ ഡാൻസ് ആണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് സൂംബ കളിച്ചാൽ കുഴപ്പം? മറ്റ് ഡാൻസുകൾ പോട്ടെ, സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? എന്തുകൊണ്ട് ചർച്ചയുണ്ടായില്ല? എന്തുകൊണ്ട് സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? എന്റെ ചോദ്യത്തിന് മറുപടി. സൂംബ കളിച്ചാൽ എന്താണ്? അത് പോട്ടെ, സൂംബ കളിച്ചാൽ എന്താണ്? സൂംബ മാത്രമാണെന്നുള്ളല്ലോ നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ സൂംബ കളിക്കില്ല എന്നാണ് പ്രശ്നം. സൂംബ മാത്രമാണോ എന്നുള്ളതല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ സൂംബ കളിക്കില്ല എന്നുള്ളതാണ്. സൂംബ കളിച്ചാൽ എന്താണ് പ്രശ്നം? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. എന്തുകൊണ്ട് സൂംബ കളിച്ചുകൂടാ എന്നുള്ളതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. ഇത് മാവോയുടെ കാലത്തുള്ള ചൈനയിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഗവൺമെന്റ് ഒരു കാര്യം നിശ്ചയിക്കും, ഗവൺമെന്റ് എന്ത് ചെയ്തു, നിങ്ങൾ നിർബന്ധമായിട്ടും ഷോർട്സ് ധരിച്ച് നടക്കണം. അങ്ങനെ ഒരു ഇമ്പോസ്ഡ് കൾച്ചറൽ ഫാസിസം അത് മാവോയുടെ കാലത്തുള്ള ചൈനയിലും അതുപോലുള്ള ഫാസിസ്റ്റ് കൾച്ചറൽ ഫാസിസത്തിലൊക്കെ നടക്കും. ജനാധിപത്യമാണ് ഇവിടെ എന്ത് കാര്യം നടപ്പിലാക്കുമ്പോഴും ചർച്ചകൾ വേണം. അതിനോട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പറയട്ടെ, അത് പൂർത്തിയാകട്ടെ. ഇത് സർക്കാരിന്റെ നിർബന്ധിത പരിപാടി, അതിനോടുള്ള ജനാധിപത്യ പരമായ പിന്നെ നിങ്ങളുടെ വിയോജിപ്പ് അതൊന്നല്ല പ്രശ്നം. സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? അല്ല, അതൊക്കെ സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ, ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? ഡോക്ടർ അബ്ദുള്ള അബ്ബാസി അതിന് മറുപടി പറഞ്ഞില്ല. സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പം? സൂംബ എന്ന്
സൂംബ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു രൂപമാണ്. പിന്നെ ഏതൊരു കാര്യത്തിന് ഇപ്പോ യോഗ എന്ന് പറയുന്നത് ഒരു വളരെ ബ്ലാങ്കിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കാര്യം, എല്ലാത്തിനും അതിൻ്റെതായ ഒരു കൾച്ചറൽ എലമെന്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ സൂംബ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു പാട്ടിട്ട് എന്തെങ്കിലും തുള്ളി കളിക്കുക എന്നുള്ളതല്ല, അതിന് അതിൻ്റെതായ കൾച്ചറൽ എലമെന്റുകൾ ഉണ്ടാവും. അതിനിപ്പോ ഇവിടെ യോഗ പറഞ്ഞു, യോഗയോട് വിയോജിക്കുന്ന ഒരുപാട് ആളുകളില്ലേ, യോഗ സ്കൂളുകളിലേക്ക് അടിച്ചേൽപ്പിക്കരുത് എന്ന് പറയുന്ന യുക്തിവാദികൾ പോലും ഉണ്ട്, മതമില്ലാത്തവർ പോലും ഉണ്ട്. അതുപോലെ സൂംബ എന്നുള്ളതിന്റെ അതിന്റെ കൾച്ചറൽ എലമെന്റുകളോട് യോജിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കെ ജനാധിപത്യ രാഷ്ട്രത്തിൽ സൂംബയുടെ ഏത് കൾച്ചറൽ എലമെന്റിനോടാണ് നിങ്ങൾക്ക് വിയോജിപ്പ്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. Is it convenient and comfortable for you? അത് തന്നെ. Agreed? Agreed. ജൂംബ കൊണ്ടുവരുന്ന ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഒരു സെലിബ്രേഷൻ കൾച്ചറാണ്. അതായത് നമുക്ക് വളരെ ചെറിയ ചില പ്ലഷർ നേടുന്നതിലൂടെ, ഈ ഡോപ്പമിൻ റഷുകളിലൂടെ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിലൂടെ നമുക്ക് അങ്ങനെ ജീവിച്ചു പോകാം. അങ്ങനെ ഒരു എൻജോയ്മെന്റ് കൾച്ചറിനെയാണ് സൂംബ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഇപ്പൊ മതവിശ്വാസികളാകട്ടെ അല്ലാത്തവരാകട്ടെ കുറച്ചുകൂടി ഒരു ലോങ് ടേം പ്ലഷർ സീക്കിംഗ് അല്ലെങ്കിൽ ലോങ് ടേം ഹാപ്പിനെസ് സീക്കിങ്ങിനെ വിശ്വസിക്കുന്ന അത്തരം ഒരു ലോക വീക്ഷണത്തെ വിശ്വസിക്കുന്ന ആളുകൾ ഇവിടെ ഡോക്ടർ അബ്ദുള്ള ബാസി, യു നോ ദാറ്റ് ബെറ്റർ ദാൻ മീ. അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. അത് സംഗീതവും നൃത്തവും ഇടകലർത്തിയിട്ടുള്ള ഒരു വ്യായാമത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിലെ സാംസ്കാരിക ഘടകങ്ങളുണ്ട്. ഞാൻ താങ്കളോട് അക്കാര്യത്തിൽ എനിക്ക് വിയോജിപ്പില്ല, അങ്ങനെ ഉണ്ട്. കാരണം അത് ഇവിടെ ഉണ്ടായതല്ല, അത് പുറത്തുനിന്ന് വന്നതാണ്. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ സൂംബ കളിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് താങ്കൾ ഇപ്പോഴും പറഞ്ഞില്ല. അതിന് വൈദ്യശാസ്ത്രപരമായി അതിൽ തെളിയിക്കപ്പെട്ടുള്ള അതിലെ പഠനങ്ങൾ തെളിയിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അംശം കുറയ്ക്കാൻ, നിങ്ങൾക്ക് ഹൃദ്രോഗ സംബന്ധമായതോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദമായി അത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കാൻ, നിങ്ങൾക്ക് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായകരമായ നൃത്ത സംഗീതവും ഇടകലർത്തിയുള്ള ഒരു വ്യായാമ മുറ എന്ന നിലയിൽ അത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെ പരീക്ഷണങ്ങളിലൂടെ അതിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി പിന്നെ ചൂടാണ്ട് എ സി ഒന്നും ഇല്ല. അത് പരിഷ്കൃതരെന്ന് നമ്മൾ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ പുരോഗമനത്തിൻ്റെ വെളിച്ചം കയറാത്ത അറകൾ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹങ്ങളും സമുദായങ്ങളും ഉള്ള നാടാണ്. ആ സമുദായത്തിൽ നിന്ന് വരുന്ന ആശങ്കയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഇതാദ്യമായിട്ടല്ലല്ലോ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്നപ്പോൾ ഉടനെ തന്നെ സ്ത്രീയും പുരുഷനും സമത്വരാണോ എന്നൊരു ചോദ്യമാണ് വന്നത്. കൃഷിയിടങ്ങളായി സ്ത്രീ ശരീരങ്ങളെ കാണുന്ന ഒരു വിഭാഗം ആളുകൾ, ഒരു വിഭാഗം എന്ന് ഞാൻ പറയൂ, കാരണം ആ സമുദായത്തിലെയും സമൂഹത്തിലെയും ഒക്കെ ബഹുഭൂരിപക്ഷം ആളുകളും ഉന്നത വിദ്യാഭ്യാസം നേടി പുറം ലോകങ്ങളിൽ പോയി നല്ല ആത്മാഭിമാനത്തോടു കൂടി പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. എന്നാൽ ഇപ്പോഴും വെളുക്കാത്ത മനുഷ്യരുള്ള നാട്ടിൽ, ഇപ്പോഴും ഇരുട്ടിൽ തന്നെ കഴിയുന്നവരാണ് ആ നാട്ടിലുള്ളത്, ആ സമൂഹത്തിലുള്ളത്. ആ മനുഷ്യരിൽ ചില ആളുകൾ പുറത്തിറങ്ങി പറയുന്നു, സ്ത്രീയും പുരുഷനും തമ്മിൽ സമത്വത്തിൽ നയിക്കുന്ന ഒരാശയത്തെയും ഞങ്ങൾ പിന്തുണയ്ക്കില്ല, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വേണ്ടതില്ല, പകരം അത്തരം ആശയങ്ങളിൽ നിന്ന് പിൻവാങ്ങണം. സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത് ഇവിടെ ലൈംഗികത പഠിപ്പിക്കാനാണ്, ലൈംഗികത ശാസ്ത്രമായി പഠിപ്പിക്കുകയാണ്, ലൈംഗിക കാമനകൾ പഠിപ്പിക്കാനല്ല. അതൊരു ബയോളജിക്കലായിട്ടുള്ള ജീവശാസ്ത്രമാണ് പഠിപ്പിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ ഇവരുടെ തലച്ചോറിൽ ഇത് കയറണ്ടേ? പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. ഇത് ഏത് കാലത്താണ് ഇവർ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പുരോഗമനത്തിൻ്റെ ഒരു ഇത്തിരി മിന്നാമിനിങ്ങിൻ്റെ വെട്ടം പോലും കയറാത്ത കുറേ മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ ഈ ആശങ്ക വിതച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വലിയ ആശങ്കയായി മാറുന്നത്. ഇതിന് ഭരണകൂടങ്ങൾ കീഴ്പ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ ഒരാത്മാവിനെയും ചെറ്റിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കുകയില്ല. ആണും പെണ്ണും ഒരുമിച്ച് തുള്ളുക എന്നതാണ്. ഒന്ന് ആലോചിക്കുക, അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ തന്നെ ഇവർ തുള്ളുക, ഡാൻസ് ചെയ്യുക എന്നുള്ളതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണുക? മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ ഇവർ പറയുന്നത് ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? വളരെ പെട്ടെന്ന് നമുക്കൊരു നൂറ്റാണ്ടിനെ തിരിച്ചു കൊണ്ടുപോകാം. നമ്മൾ താലിബാനെ കുറിച്ച് പറഞ്ഞില്ല. ഒരു കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ, പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനൊക്കെ അവരെ വലിയ ആധിപത്യം സ്ഥാപിച്ചിരുന്ന സമയത്ത് പോലും വലിയ ശാസ്ത്ര തൽപരരും കലാസർഗവാസനയുള്ളവരുമായിട്ടുള്ള ആളുകൾ അന്ന് നൈറ്റ് ക്ലബ്ബുകളിൽ അഫ്ഗാനിസ്ഥാനിൽ പോയി സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിച്ച ചിത്രങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനിൽ. അതിനു മുൻപ്, അതിനുശേഷം നോക്കൂ, താലിബാൻ വന്നതിന് ശേഷം സംഭവിച്ചത് എന്താ? സ്ത്രീകൾക്ക് സ്കൂളിൽ പോലും പഠിക്കാൻ ഇറങ്ങിയിട്ടില്ല. ഈ യുക്തിയുടെ തുടർച്ചയാണെന്നേ. എന്തിന് നിങ്ങൾ സ്കൂളിൽ പോകണം? എന്തിന് നിങ്ങൾ പഠിക്കണം? നിങ്ങൾ ഈ പറയുന്ന കൃഷിയിടങ്ങളായി വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നു കൊള്ളൂ എന്ന് പറയുന്ന അത്യന്തം അപകടകരമായ പ്രതിലോമ ചിന്തയുടെ പ്രതിഫലനമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അതൊക്കെ നമ്മുടെ നാട്ടിൽ വിറ്റുപോകുന്ന ഒന്നാന്തരം രാഷ്ട്രീയ കറൻസിയാണെന്ന് ചില നേതാക്കൾക്കും ചില വിദ്യാർത്ഥി സംഘടനകൾക്കും അറിയാം. അവരുടെ പ്രതികരണമാണ് യഥാർത്ഥത്തിൽ എന്നെ നിരാശപ്പെടുത്തിയത്. പ്രായം ചെന്നിരിക്കുന്ന ഈ ആളുകളുടെ മതപണ്ഡിതന്മാർ എന്ന് പറയുന്ന ഈ സമൂഹത്തിലെ ഗ്രാംഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പാരമ്പര്യ ബുദ്ധിജീവികളായിരിക്കുന്ന ചില ആളുകളുണ്ട്. അവരെ നമുക്ക് വിട്ടുകളയാം.
പക്ഷെ പുതുതലമുറയിൽപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാരിങ്ങനെ പറഞ്ഞാലോ, അതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത്. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. ഞാൻ പോകുന്നു. ബൈ.